നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും കേൾക്കാനുണ്ട്. പക്ഷേ കുർബാന ഇതുപോലെ അങ്ങ് അനുഭവിച്ചപ്പോൾ ഒരു ക്ലൈമാക്സ് ഓൾറെഡി ആയമാതിരി തോന്നാണില്ലേ? അങ്ങ് ഒരു നിറവ്, ഭയങ്കര ഒരു നിറവിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നമുക്കിനി പിടിച്ച് കയറേണ്ടത് ഈ നിറവ് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണിത്. ഇതിന് വേണ്ടത് ഈശോ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈശോ എല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇനിയും എന്തോ ഈശോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും പാടില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മളുടെ ദൗത്യം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതൊന്ന് വിശ്വസിക്കുക, അത് ഉൾക്കൊള്ളുക, അത് മറ്റുള്ളവരിലേക്ക് പകരുക. സുവിശേഷത്തിൽ ഈശോ തന്നെ ഈ ദൈവരാജ്യ കേന്ദ്രീകൃതമായ ഒരു സുവിശേഷമാണ് ഈശോ പറയുന്നതെല്ലാം. ഏത് പാരഗ്രാഫ് എടുത്താലും ദൈവരാജ്യം, ദൈവരാജ്യം. ഇങ്ങനെ ദൈവരാജ്യം ഒരുവൻ കടുകുമണി അല്ലെങ്കിൽ ഒരു കടുകുമണി പോലെ, ദൈവരാജ്യം ഒരുവൻ വലയെറിഞ്ഞ പോലെയാണ്. ദൈവരാജ്യം മൂന്നിടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പ് പോലെയാണ്. ദൈവരാജ്യം ഒരുവൻ വയലിൽ ഒരു നിധി കണ്ടെത്തിയ പോലെയാണ്. ദൈവരാജ്യം ഈ ഊണിലും ഉറക്കത്തിലും പറയലിലും ഒക്കെ ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. ഒരു പ്രൊവിഡൻഷ്യലായിട്ട് ഞാൻ എൻ്റെ നവീകരണ അനുഭവം ഉണ്ടായത് ഒന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഞാനൊരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനം, അപ്പോഴേക്കും വചനം കേൾക്കാനുള്ള വലിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആവേശം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ധ്യാനം, ഫാദർ റൂഫസ് പെരേര, ജെയിംസ് ഡിസൂസ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പ്രീച്ചേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് റിട്രീറ്റിൻ്റെ ഒരു 20 കാസറ്റ്സിൻ്റെ ഒരു സെറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അതങ്ങ് കേട്ടപ്പോഴാണ് ഭയങ്കര ആവേശം. ബോംബെയിൽ നിന്ന് ജബൽപൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനഗരി എക്സ്പ്രസ്സിൽ അപ്പർ ബർത്തിൽ കിടന്നുകൊണ്ട് ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രാർത്ഥനയുടെ ഒപ്പം ഞാനും പ്രാർത്ഥിച്ചപ്പോൾ ട്രെയിനിൽ വെച്ച് എന്നിൽ ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് സംഭവിച്ചു. ഞാനങ്ങ് സ്ഥലകാല പരിസ്ഥിതി മറന്ന് ഭാഷാപരത്തിൽ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്തിരുന്ന ആളുകൾക്ക് എന്താ തോന്നിയിരിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പരിസ്ഥിതി ബോധമുണ്ടായത്. ഞാൻ അപ്പോൾ തിരിച്ചമ്മി അങ്ങനെ സമാധാനമായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഞാൻ ദൈവസ്വരം ശ്രവിക്കാൻ തുടങ്ങി. ആരെനിക്കായി പോകും? ഇതാരായി പറയണേ? എന്തായി പറയണേ? വിളവു വളരെ, വേലക്കാർ ചുരുക്കം, ആരെനിക്കായി പോകും? പിന്നീട് അത് ഞാനൊരു ഗാനരൂപത്തിലാക്കി. അത് വേണമെങ്കിൽ രണ്ടുപേരും പാടി കേൾക്കാം. ഇതൊക്കെ നമ്മുടെ ചെറിയ പാട്ടുകളാണ്. സങ്കീർത്തനം പോലെ അത്രയും വലുതൊന്നും അല്ലെങ്കിലും കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും. വിളവ് വളരെ, വേലക്കാരോ കുറവും. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിളവെടുക്കാൻ സമയമായി, വിളവെടുക്കാൻ സമയമായി. ആരെനിക്കായി പോകും,
ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, സുവിശേഷത്തിൻ സാക്ഷിയായി ജീവനേകാം. ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നുപ്പായി സ്നേഹത്തിൽ ജ്വലിച്ചുയർന്നു ഞാൻ പോകാം, ഞാൻ പോകാം, ഞാൻ പോകാം. ഇതാണ് സംഭവിച്ചത്. ഇത് ഏശയ്യായോട് കർത്താവ് ചോദിച്ചതായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാവണതൊക്കെ. ആരെനിക്കായി പോകും എന്നുള്ളത് ഒരു വചനമാണെന്നും ഏശയ്യായോട് കർത്താവ് ചോദിച്ചു. പക്ഷേ ഞാൻ അവിടെ വെച്ച് അങ്ങ് പറഞ്ഞു, ഞാൻ പോകാം. ഞാൻ പോകാം എന്ന് പറഞ്ഞതോടെ എന്നെ അങ്ങ് പൊതിഞ്ഞു പരിശുദ്ധാത്മാവ്. ഇപ്പോഴും എനിക്കിത് ഇപ്പം എൻ്റെ ഇവിടെയൊക്കെ നല്ല തടവണ അനുഭവമാണ് എനിക്കുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ തലോടുന്നു. ഓ, എന്തോ ഒരു അനുഭവമാണത്. പള്ളിയിലോ ധ്യാന കേന്ദ്രത്തിലോ ഒന്നുമല്ല. ഈ ഇന്ത്യൻ ട്രെയിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഈ ഫോറിനിലുള്ള ട്രെയിനിലൊന്നും ഇതേമാതിരി ഒരു സീറ്റിൽ ഒരാൾ വെച്ചുള്ളൂ. ഇവിടെ ഒരു സീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ജനറസാണ്. അതിൻ്റെ ഇടയ്ക്ക് കപ്പലണ്ടി, ചായകരം, ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ മധ്യത്തിലാണ് പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ ഇന്നും അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഹിന്ദിയിൽ ചോദിക്കാൻ, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ എനിക്കെന്തോ ബുദ്ധിഭ്രമം പറ്റിയമായി അയാൾ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുझे പ്രഭു ഈസാ മസീഹ് കാ അനുഭവ് ഹുവാ ഹൈ. എനിക്ക് കർത്താവ് ഈശോ മിശിഹായുടെ അനുഭവം ഉണ്ടായതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അയാൾക്കൊന്നും മനസ്സിലായില്ല. ക്യാ ഹുവാ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈസാ മസീഹ് കാ അനുഭവ് ഹുവാ ഹൈ. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്ന് ആൾക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, എടാ ഈസാ മസീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവമാണ്, നമുക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അരെ പ്രഭു ഈസാ മസീഹ് ഈസായോങ്ക ഭഗവാനെ ഹമാരെ സാത്ത് കോയി സംബന്ധം നഹീ ഹൈ. ഇതരാ, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു പോസിറ്റീവായിട്ടൊരു പ്രൊവോക്കേഷൻ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അയ്യോ പ്രഭു ഈസാ മസീഹ് ഈസായോങ്ക കോയി നിജി സമ്പത്തി നഹീ ഹൈ. ഈസാ മസീഹ് ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു മസീഹ വന്നപ്പോൾ ഈസാ മസീഹ് ജബ് ആയാ തോ കോയി ഈസായി നഹീ താ. जब प्रभु ईसा मसीह आया तब कोई ईसा ही नहीं था. കർത്താവ് ഈശോ മിശിഹ വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായില്ല. പെട്ടെന്ന് അവനങ്ങ് അറ്റൻഷനായി എന്ന് പറഞ്ഞാൽ വളരെ സ്വാഗതാർഹമായ ഒരു സന്ദേശം. ഇത്രയും നാൾ അവർ വിചാരിച്ചേക്കുന്നത് ഈസാ മസീഹ് ഈസായോങ്ക ഭഗവാനെ എന്നാണ്. കർത്താവ് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം മാറ്റണം. കർത്താവ് ഈശോ മിശിഹ വന്നപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? സിമ്പിൾ ലോജിക് ഉണ്ടായിരുന്നോ? ഈശോ ജനിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഈശോ മരിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈശോ ജനിച്ചതും മരിച്ചതും? കുർബാനയിൽ അതിനെല്ലാം ഉത്തരവുണ്ട് ഇല്ലേ? മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ, ഞങ്ങളുടെ എത്ര പ്രാവശ്യമാണ് ലോകം മുഴുവനും ഞാൻ ഈ കുർബാന മുഴുവനും ലോകം മുഴുവനിലേക്കും കൃപ ഒഴുകുന്ന ഒരനുഭവമായിരുന്നു എനിക്ക്. ലോകം മുഴുവനും മാത്രമല്ല, സ്വർഗവും ഭൂമിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാഘോഷമാണ് ഇല്ലേ? സ്വർഗവും ഭൂമിയും ഒന്നിച്ച്.
ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ട്രെയിൻ. അപ്പോൾ ആ ട്രെയിനിൽ വെച്ച് ഞാൻ എന്തിനാത് പറയാൻ കാരണമുണ്ടായത്? അതല്ല, അതിന് ഞാൻ പറയാൻ എന്തോ ഓക്കെ. നോ ഐ റിമെമ്പർ. ഓക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടായ അനുഭവത്തിൽ ഞാൻ എന്നേ വരെ യേശുവിനെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ ഒരാളോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല, അങ്ങനെ ആരും എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാത്മായൻ, എൻ്റെ കുടുംബം നോക്കി ഇങ്ങനെ ജീവിക്കണം, കാശുണ്ടാക്കണം, സ്ഥലം മേടിക്കണം, വീട് മേടിക്കണം, കാറ് മേടിക്കണം. ഇത്രയും നാളായിട്ട് നിനക്കൊരു വീടില്ലേടാ? ഇതൊക്കെയാണ് നമ്മളോട് ആൾക്കാർ ചോദിക്കാറുള്ളത്. അതെല്ലാം വിട്ട് എൻ്റെ ഉള്ളിൽ ഇതുപോലെ പരിശുദ്ധാത്മാവ്, എനിക്ക് ഭയങ്കര റിപ്പൻറ്റൻസ് വന്നത് ഇത്രയും നാൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതായിരുന്നു എൻ്റെ റിപ്പൻറ്റൻസ്. ഇത്രയും നാൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നിട്ടും ഈ വരദാനങ്ങളെല്ലാം എനിക്കുണ്ടായിട്ടും ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് കിട്ടിയ വരദാനം, ഞാൻ ആ ട്രെയിനിൽ ഇവനോട് അങ്ങ് വചനം പ്രഘോഷിക്കാൻ തുടങ്ങി, അതും ഹിന്ദിയിൽ. 1/4 മണിക്കൂർ സമയം ഇസായി ക്രിസ്ത്യാനിയോं का निजी संपत्ति नहीं है, കർത്താവ് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞതോടെ അവരൊക്കെ അടുത്ത് വന്നു, അവരെ സുവിശേഷം കേട്ടു. 1/4 മണിക്കൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു വരമല്ലേ സുവിശേഷ പ്രഘോഷണം? ആ വരം എന്നിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ റിലീസായി ഇങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ജബൽപൂർ എത്തിയപ്പോൾ അവിടെ എൻ്റെ ഒരു എൻജിനീയറിങ് സെറ്റപ്പായിരുന്നു, ഒരു ഫാക്ടറി കൺസ്ട്രക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂപ്പർവിഷനാണ് ഞാൻ പോകുന്നത്. എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ളൊരു കുറേ പേരൊക്കെ എൻ്റെ അറിയാവുന്നവരാണ്, ഞാൻ ഇങ്ങനെ ഇച്ചിരിയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളാണെന്നൊക്കെ അറിയായിരുന്നു അവർക്ക്. അപ്പോൾ അതിനകത്തൊരാൾ, എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന ആൾ അവിടെ വന്നോ പറയാണ്, അത് തോമസ് സാറേ എൻ്റെ കൂടെ ഒരു അച്ഛനും വന്നിട്ടുണ്ടെന്ന്. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഇത് ആ നാട്ടിലൊക്കെ അച്ഛന്മാരെ തന്നെ വളരെ അപൂർവമല്ലേ ഉള്ളൂ. നമ്മുടെ മലയാളി ഒരു അച്ഛൻ, അവിടെ ഒരു മിഷൻ സ്റ്റേഷനിലുള്ള ഒരു അച്ഛൻ ഈ തോമസ് പോളിനെ സ്വീകരിക്കാൻ അച്ഛനും വന്നേക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കർത്താവ് എന്തോ പരിപാടി നേരത്തെ ഒപ്പിച്ചേക്കണ മാതിരിയാണ്. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ട്രെയിനിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ മുട്ടുകുത്തിയിട്ട് അച്ഛനോട് പറഞ്ഞു, എൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞു, ഇയാൾക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്നായി. പക്ഷേ വീണ്ടും സ്ഥലകാലം എല്ലാം വിട്ട് അച്ഛൻ്റെ മുമ്പിൽ ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ മുട്ടുകുത്തിയപ്പോൾ അച്ഛൻ ഏതായാലും പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമല്ലോ, അച്ഛനങ്ങ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതോടെ എൻ്റെ അഭിഷേകം പൂർണ്ണമായി. എന്നിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ആ മിഷൻ സ്റ്റേഷനിലേക്ക്. അവിടേക്ക് പോകും വഴി ഞങ്ങളിതൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞേ, നമുക്ക് നാളെ ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ പോകാം, ഞാനും വരാൻ കൂടാ. അച്ഛനാകെ ഒരു എന്ത് ചെയ്യുന്നായിപ്പോയി. നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കപ്പം താമസിക്കാൻ ക്വാർട്ടേഴ്സും ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ പള്ളിമേടയിൽ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കാൻ പറ്റുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ കൂടെയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോഴും അച്ഛൻ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കണ്ടായിരുന്നു. നിവർത്തിയില്ല. അച്ഛൻ എന്നെ അവിടെ കയറ്റി താമസിപ്പിച്ചു. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ വചനം വായിക്കാൻ തുടങ്ങി, ശബ്ദമുയർത്തി.
അപ്പോൾ അച്ഛൻ ഉറങ്ങാനും പറ്റില്ല. അപ്പം അച്ഛൻ വന്ന് പറഞ്ഞ്, അതെ സാറേ ഒന്ന് പതുക്കനെ വായിച്ചാൽ അവന് മനസ്സിലാവില്ല, ഇത് ബാക്കിയുള്ളവർക്ക് ഉറങ്ങിക്കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം അച്ഛോ, ഈ ഉറക്കനെ വായിക്കണം എന്താണെന്നറിയാമോ? ആദിമേം ശബ്ദ. ബൈബിളിൽ, ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കണ എന്താ? ആദിമേം ശബ്ദ. ശബ്ദ ഈശ്വർ കെ സാത്ത് ദ, ശബ്ദ ഈശ്വർ ധ. അതുകൊണ്ട് ഞാൻ ആ വചനത്തെ ശബ്ദമാക്കിയാണ്. എന്തോ ഒരു കാര്യം അതാണ്. കാണാൻ മിണ്ടാതിരുന്ന് വായിച്ചാൽ ശബ്ദം ഉണ്ടാവോ? सुनने से विश्वास उत्पन्न होता है. सुनने से വിശ്വാസ് ഉത്പന്ന ഹോത്ത. ഈ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ ആത്മാവിൽ കയറുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവണേ. എടാ ഉവ്വേ, ഞാനിത് ഇത്രയും നാൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ശബ്ദമായാലേ വചനമാവുള്ളൂ. അതാണ്, വെറുതെ വചനം നോക്കിയിരുന്ന് വായിച്ചാൽ പോരാ, അത് ശബ്ദമാകണം. എന്നാ നീ വായിക്ക്, ഞാനിരുന്ന് കേട്ടോളാം. നീ ഒച്ചയിൽ വായിച്ചോ, ഞാനിരുന്ന് കേട്ടോളാം. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാനിരുന്ന് വചനപാരായണം, അച്ഛനിരുന്നത് കേൾക്കും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ ഒരു കൊച്ചു പുസ്തകം പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ്, ഇത് നിനക്ക് വായിച്ചാൽ ശരിയാവും. ഇത് പോപ്പ് 6 മാർപ്പാപ്പയുടെ ഒരു പുസ്തകം, എവാഞ്ചലി നുൻസിയാൻറ്റി. അതെന്താ ആൻറ്റിയാ? അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ, ഇത് പറയാനാണ് ഇത്രയും ചരിത്രമൊക്കെ ഞാൻ കൊണ്ടുവന്നത്. ഈ പൊടി പിടിച്ച് അവിടെ എങ്ങാണ്ട് മൂലയിൽ കിടന്ന പുസ്തകം. അച്ഛൻ പറയാണ്, ക്ഷമിക്കണോട്ടോ അച്ഛന്മാരെ ഞാനിതൊക്കെ പറയില്ല. അച്ഛൻ പറയാണ്, ഞങ്ങൾക്ക് സെമിനാരിയിലായിരുന്നപ്പോൾ ഉറക്കം വരാണ്ടാകുമ്പോൾ ഈ എൻസൈക്ലികളൊക്കെ എടുത്ത് വായിക്കും. ക്ഷമിക്കണോട്ടോ അച്ഛൻ പറയാം, സെമിനാരിയിൽ പഠിച്ചിരുന്നപ്പോൾ ഉറക്കം വരാണ്ടാകുമ്പോൾ ഈ പോപ്പിൻ്റെ ടീച്ചിങ്ങൊക്കെ എടുത്ത് ഞങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഇത് നീ എടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ തമാശ രൂപത്തിലാണ് പറഞ്ഞെങ്കിലും അച്ഛന് തോന്നിയല്ലോ അതെനിക്ക് തരാൻ. അതെടുത്ത് വായിച്ചപ്പോഴേ ഒരു തീ കത്തണ അനുഭവമായിരുന്നു. അതിൽ എല്ലാ സ്റ്റാൻസിലും പറഞ്ഞേക്കണത് ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. അങ്ങനെയാണ് കിങ്ഡം. അപ്പോൾ പോപ്പ് 6 മാർപ്പാപ്പ പറയുന്നത്, അതിൽ പഠിപ്പിച്ചത് എവാഞ്ചലി നുൻസിയാൻറ്റി, സുവിശേഷ പ്രഘോഷണം. അതിൽ പറയുന്നത് സുവിശേഷ പ്രഘോഷണം എന്നത് ഏറ്റവും എളുപ്പമാണ്. യേശു പ്രഘോഷിച്ച അതേനെ അങ്ങ് അനുകരിച്ചാൽ മതി. യു ജസ്റ്റ് ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ഈശോ അത് തന്നെ പറഞ്ഞേക്കണം, നിങ്ങൾ എന്നെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ഹിം ഇൻ ഹിസ് പ്രൊക്ലമേഷൻ ഓഫ് ദ കിങ്ഡം. അതാണ് അത് പറയുന്നത്. അന്ന് എൻ്റെ ഉള്ളിൽ അതങ്ങ് ശരിക്കത് മനസ്സിലായി. യേശു വായ തുറന്നാൽ എന്താ പറഞ്ഞിരുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ദ, ദൈവരാജ്യം ഒരുവൻ വയലിൽ കുഴിച്ചിട്ട നിധിക്ക്, ദൈവരാജ്യം ഒരുവൻ വലയെറിഞ്ഞതിന് തുല്യം, ദൈവരാജ്യം ദ സെയിം വേ. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഹി കൺസിഡേർഡ് ഓൾ അതർ തിങ്സ് will automatically be added to you if you first proclaim, first experience the kingdom. ചായ കുടിക്കുന്ന സമയം മറന്നുപോയി, എന്നിട്ടും ആർക്കും ചായ കുടിക്കാൻ തോന്നണില്ല, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ദൈവരാജ്യ കേന്ദ്രീകൃതമായ ഒരു സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വന്നതും അതെൻ്റെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചു. അതിനുശേഷം എല്ലാ പോപ്പ്മാരുടെയും ടീച്ചിങ്സിലെല്ലാം പറയുന്നത് ദൈവരാജ്യ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ പ്രഘോഷണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇതാണ് ഇനി അടുത്ത ക്ലാസ്. ഇത്രയും അതിൻ്റെ ഇൻട്രൊഡക്ഷനേ ആയുള്ളൂ. പക്ഷേ ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു. നമുക്ക് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം. ഞാനിവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 1 or 2 പേരെ ഞാൻ കാണാം. ഓക്കെ, പ്ലീസ് കം.